ഹലോ ഗൈസ്, എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്? വണക്കം, വെൽക്കം. നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ ചുറ്റുപാട് കാണുന്ന കാര്യങ്ങളും കാഴ്ചകളും കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ രണ്ട് ജനറേഷൻ്റെ ഗ്യാപ്പ് വളരെ വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ പുതിയ കാലത്തെ കുട്ടികളെ നമ്മുടെ പണ്ട കാലത്തെ കുട്ടികൾ പോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിതപിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അവരെ ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളെ നേരിടാൻ നമ്മൾ കുറച്ചുകൂടെ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. നിലവിലൊരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ ആ കുട്ടികളുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അഥവാ നമ്മുടെ മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ മുംബൈയിൽ നിന്നും കണ്ടെത്തിയ കുട്ടികളുടെ മുടി മുറിച്ചു മറ്റു കാര്യങ്ങൾ, അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടെത്തിയ കുട്ടികളിൽ അവരുടെ വോയിസ് സത്യം പറഞ്ഞാൽ എല്ലാ മാതാപിതാക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നു. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങളിങ്ങനെ പെരുമാറുന്നുവെങ്കിൽ നിങ്ങളും സൂക്ഷിക്കുക. നമുക്കും ഇതുപോലെ അവരെ തിരഞ്ഞു പോകേണ്ട അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. കേൾക്കാം എന്താണ് അവർ പറയുന്നത്, കേൾക്കാം. അതുകൊണ്ട് നമുക്ക് അത് വീട്ടിൽ പോകണ്ട, വീട്ടിൽ പോകുമെന്ന് വേണ്ട. അല്ല, നിങ്ങൾ രണ്ടുപേരും എനിക്കും ഒരു മോളുണ്ട്. എന്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാ. അപ്പൊ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള്, കേട്ടോ. പക്ഷെ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത്? എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18ആയി. 18 വയസ്സായി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ, അത് ശരി, അത് ശരി. നിങ്ങൾ പ്ലസ് 1-ലാണോ പ്ലസ് 2-ലാണോ മോളെ? ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. പ്ലസ് 2 കഴിഞ്ഞല്ലേ? അവര് ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എവിടെ കൊടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല്. അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ 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 അതെ. എന്തായാലും ഞങ്ങൾ വീട്ടുകാർക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നിൽക്കും അവര്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നല്ലപോലെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരും. നമ്മൾ അടിക്കലായാലും ഇപ്പൊ ആ കുട്ടികൾ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നത് മാതാപിതാക്കളെയാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിന് നിഷേധിക്കുന്നു. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുടി സ്ട്രെയിറ്റ് ചെയ്യണം, മുടി വെട്ടണം, മറ്റുള്ള തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുന്ന സമയത്തും ഈ നോമ്പ് കാലത്തും വീട്ടുകാരതും സമ്മതിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല, അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാരണമാണ് ഇവിടെ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അക്കാര്യത്തിൻ്റെ അകത്ത് 100% ആ കുട്ടികൾക്കൊപ്പം യോജിക്കാനേ പറ്റുള്ളൂ. നമുക്ക് പറയാം, ഞാൻ ഇതിൻ്റെ പറയുന്നത് വെച്ചാൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു കുട്ടിക്ക് അവരുടെ ഇഷ്ടങ്ങൾ പറയാൻ മാതാപിതാക്കളോട് പറയാമെന്നിരിക്കെ പറയുന്ന സമയത്ത് ആ പറയുന്നതിന് എല്ലാത്തിനെയും അവരെ നിരാകരിക്കുന്ന രീതിയിലുള്ള പാരൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മളോട് സ്വാഭാവികമായിട്ടാണെങ്കിൽ എന്തൊരു തന്തയാണ് എന്ത് തള്ളയാണെന്നുള്ള തോന്നൽ വരും. ഇനി ഈ വീട് വിട്ട് ഇറങ്ങിയിട്ട് മറ്റൊരു നാട്ടിൽ നിന്ന് ഈ പിള്ളേരെ കണ്ടെത്തുന്ന സാഹചര്യം വന്നു. ഈ ദിവസം കടന്നു പോയപ്പോൾ തന്നെ എന്തുമാത്രം ഫേക്കായിട്ടുള്ള പലതരത്തിലുള്ള എന്തൊക്കെ തരത്തിലാണ് മലപ്പുറത്ത് നിന്ന് പോയ പെൺകുട്ടികൾ മുംബൈയിൽ വെച്ച് കണ്ടെത്തി. അതിന് മറ്റൊരു തരത്തിലുള്ള ഒരു ഇതൊക്കെയാണ് കൊടുത്തിരുന്നത്. ആ ന്യൂസ് കണ്ടവർക്കൊക്കെ അറിയാം. വേറൊരു തരത്തിൽ എന്തോ ചിത്രീകരിക്കാനുള്ള ശ്രമം പോലെയൊക്കെ നടന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അവിടുത്തെ നമ്മുടെ മുംബൈ മലയാളി സമാജവും ഈ പറയുന്ന സുധീർ എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഈ കുട്ടികളെ കണ്ടെത്തുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളും അടക്കമെല്ലാം കിട്ടുന്നു. കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് കേരള പോലീസ് ഈ ഒരു കാര്യങ്ങളെ കണ്ടെത്തിയത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, കുട്ടികൾ എന്തിനവിടെ പോയി? ആ പോയ കുട്ടികൾ ഇപ്പം കണ്ടെത്തിയതിനു ശേഷവും വീട്ടുകാരെ കുറ്റം പറയുന്നു. വീട്ടുകാർ ചില കാര്യങ്ങൾക്ക് നിബന്ധനകൾ വച്ചതുകൊണ്ട് വീട്ടുകാരോടുള്ള പൂർണ്ണമായിട്ടുള്ള വൈരാഗ്യവും താല്പര്യക്കുറവും ഒക്കെയാണ് കുട്ടികൾ വീണ്ടും പ്രകടിപ്പിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ എന്നൊക്കെയാണ് കുട്ടികൾ പറഞ്ഞേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനടങ്ങുന്ന കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ കുറേയധികം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് തല്ലിയാൽ, ഒന്ന് വഴക്ക് പറഞ്ഞാൽ നാട് വിട്ടു പോകുന്ന തരത്തിലേക്ക് കുട്ടികളുടെ മാറ്റം സത്യം പറഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു അപകടമാണ്. കുട്ടികളെ എല്ലാത്തിനും തല്ലണമെന്നോ അല്ലെങ്കിൽ അടി കൊടുക്കണമെന്നോ വഴക്ക് പറയണമെന്നോ ഒരു ചിന്താഗതിയുള്ള ആളുമല്ല ഞാനും. പക്ഷേ ഇവിടെ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഇത് ഒരു കാര്യവും പാരൻസിൻ്റെ മാനസിക വിഷമം ഒന്നും അവർക്ക് അറിയണ്ട, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അവരാഗ്രഹിക്കുന്നത്, ചോദിക്കുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമായി മാറുന്നു പാരൻസ് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഹതഭാഗ്യരായിട്ടുള്ള ആൾക്കാർ ദയവായി കുട്ടികൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ മാറുക എന്നുള്ള കാര്യം എനിക്കിവിടെ പറയാനുള്ളൂ. കേൾക്കാം ബാക്കി. സന്നദ്ധ പ്രവർത്തകരുമായി ഈ കുട്ടികൾ പങ്കുവച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ശ്രീനാഥിലേക്ക് തന്നെ പോകാം. ശ്രീനാഥ്, ഈ വയസ്സിന്റെ കാര്യത്തിലും ഈ കുട്ടികൾ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവർ +2 വിദ്യാർത്ഥികളാണെന്നാണ് പറയുന്നത്. അവർക്ക് 17 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സായി. ഒപ്പം തന്നെ വീട്ടുകാരെ ഇതിനു മുൻപും ഇതേപോലെ പ്രായം കുറച്ച് പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ മുൻപും
ഇപ്പോൾ അത് പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. പൂനെയിലെ ലോണാവാല റെയിൽവേ പോലീസിന്റെ സ്റ്റേഷനിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്നത്. കുട്ടികൾക്ക് യാതൊരു കൂസലുമില്ല. മറ്റൊരു നാട്ടിൽ വെച്ച് കണ്ടെത്തിയിട്ടും അവരൊരു ട്രിപ്പ് പോയ പോലത്തെ പ്രതിനിധിയാണ്. അവർക്ക് വേറെ ഒരു തരത്തിൽ പ്രശ്നമൊന്നുമില്ല. വീട്ടുകാർക്കിട്ടൊരു പണി കൊടുക്കണം, ഞങ്ങൾ നാട് വിട്ട് പോകും എന്നുള്ളൊരു കാര്യം കാണിച്ചു കൊടുക്കുന്നതിനപ്പുറം അവർക്ക് എന്താണ് വീട്ടുകാരുടെ പേരെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നാട്ടിൽ സംഭവിക്കുന്നുള്ളതിനെ കുറിച്ചൊന്നും അവർ ബോധേടല്ല. ഓക്കെ, അവർ അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ചിന്തിക്കുന്ന കൂടിയില്ല. അവരെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് 17 വയസ്സ് മാത്രമാണ് പ്രായം. 17 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ പറയും, ഞാൻ +2 ആണ്, 17 വയസ്സാണെന്നാണ് പറയുന്നത്. 17 വയസ്സായാൽ എല്ലാം ആയി എന്നൊരു തോന്നലൊക്കെ ഈ കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അപക്വതയെക്കുറിച്ച് നമുക്ക് ഓർത്ത് വിലപിക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. പോലീസ് വന്ന് ഒരു മിക്കവാറും 8 മണിക്കാണ് ബോംബെയിൽ എത്തുന്നത്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് വരുന്ന ഒരു 2 മണിക്കൂർ എങ്കിലും യാത്ര ചെയ്യാൻ വേണം അങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് പോലീസിനെ കൈമാറും. അതാണ് ഇവിടെ നടപടിക്രമം ഇവിടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരത്തിലാണ് ഉള്ളത്. എന്തായാലും ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് അവരെ കണ്ടെത്തിയെന്നുള്ളത്. അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ എത്താൻ ഇവിടുത്തെ മലയാളി സമൂഹവും മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പോലീസും RPF ഒക്കെ സംയുക്തമായി പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു 36 മണിക്കൂറിന്റെ ഒരു പട തന്നെ ഇറങ്ങിയിട്ടാണ് ഈ കുട്ടികളെ സെർച്ച് ചെയ്ത് കണ്ടെത്തിയത്. ആ കുട്ടികൾക്ക് അത് അറിയില്ലെങ്കിലും ഒരു പട എന്ന് വെച്ചാൽ ഗവൺമെന്റ് സംവിധാനം, പോലീസ് സംവിധാനം, അത് സെൻട്രൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ, എല്ലാ സംവിധാനങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ മുംബൈയിലെ നല്ലവരായ മലയാളികൾ അടക്കം എല്ലാ ആൾക്കാരും ഒരുപോലെ നിന്നാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവരത് മനസ്സിലാക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ നിമിഷം കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതല്ല. ഒരു തലമുറ മാറ്റം, ഒരു മാറ്റത്തിൻ്റെ സൂചന എല്ലാവരുടെ മനസ്സിനകത്തും വളർത്തുന്ന കുട്ടികളോട് ഈ ഒരു മാറ്റം നമ്മുടെ കുട്ടികളിലും വന്നേക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കണം. ചുമ്മാ എങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പോകും എന്ന് പറയുന്ന ഒരു കുട്ടിയെ സൂക്ഷിക്കുക. ആ കുട്ടിയെ ആ തരത്തിലല്ലാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പാരൻസ് കുട്ടികളുമായിട്ട് എപ്പോഴും ഓപ്പൺ ഇൻട്രാക്ഷൻ വളരെ അത്യാവശ്യമാണ്. സോഷ്യലൈസിങ് വളരെ അത്യാവശ്യമാണ്. അവരുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കി അവരോട് പെരുമാറുക എന്നുള്ള കാര്യം വളരെ വലിയ കാര്യമാണ്. പൈസ ഉണ്ടാക്കണമെന്നുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ എല്ലാം മറന്ന് ഫോണിൻ്റെ അകത്ത് കുത്തിയിരുന്ന് കുട്ടികളെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ കുട്ടികളെ പാട്ടിന് പോകും. അതും മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഉണ്ടായി. 4 മണി മുതൽ നമ്മുടെ മലയാളികൾ, അതായത് ബോംബെയിൽ എത്തിയെന്ന് അറിഞ്ഞത് മുതൽ മലയാളികൾ മറ്റേ നമ്മുടെ പൈമായാത്രാ സഹായ വേദിയായിരുന്നാലും കാസർഗോഡ് കൂട്ടായ്മ, മറ്റേ KCS പനവേൽ, ഇവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കൂടെയും മറ്റുമൊക്കെ അവരൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. എല്ലാവരുമായിട്ട് ഒന്ന് ബന്ധപ്പെടാനും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം. അദ്ദേഹമാണ് ഇതിനകത്ത് കോർഡിനേഷൻ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് ഇതിനകത്ത് ഇടപെട്ടൊരു വ്യക്തി. വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുകയും വീഡിയോ കോളിൽ അച്ഛനുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. വൈകാരികമായ ഒരു നിമിഷമാണ് സ്വാഭാവികവും അച്ഛനെയും മകളെയും സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്നൊരു കുറ്റബോധം ആ കുട്ടിക്കും മകളെ കാണാതെ ഇരുന്ന ആ മണിക്കൂറുകളുടെ വേദന അച്ഛന്റെ മനസ്സിലും വാക്കുകളും ഒക്കെ തന്നെ തെളിഞ്ഞു വരും. ആ ഒരു നിമിഷമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ കുട്ടികൾ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്നൊക്കെ മാറി വീട്ടിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ട്. എന്നാൽ പോലും കുട്ടികളെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ച ഘടകങ്ങളെ കുറിച്ച് മുതിർന്നവർ കാര്യമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അതിനെന്തെങ്കിലും ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളെ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നമ്മളെ പാരൻസ്, വീട്ടുകാർ സീരിയസ്ലി ചിന്തിക്കണം. കാരണം ഇന്നത്തെ കുട്ടികൾ ഒരുപാട് മാറി. അവർ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല, അവർ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോണിലൂടെ. അവരുടെ ബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളെക്കാട്ടിലും വളരെ വലുതാണ്. അവരുടെ ആശയവിനിമയങ്ങൾ, അവരുടെ ഇത് എല്ലാ തലവും നമ്മളെക്കാട്ടിലും വളരെ വലുതാണ്. ഈ കുട്ടികളെ ഇന്നലെ ഒരു സലൂണിൽ ആണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ആ സലൂണിനുള്ള ഉടമ സംസാരിക്കുന്നത് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോ സലൂണിൽ ആരും വന്നാലും അവരുടെ പേര്, കോൺടാക്ട് നമ്പർ ഒക്കെ എടുക്കും. അപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു ഞങ്ങളുടെ ഫോണില്ല, ഫോൺ മിസ്സായി പോയി, ചോരി പോയി, ട്രെയിനിൽ പോയി മിസ്സായി പോയി. അപ്പൊ നമ്പറില്ല, പേര് മാത്രം തന്നു. ഒരു ഹിന്ദു പേരും ഒരു മുസ്ലിം പേരുമാണ് തന്നത്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നല്ലതായിട്ട് മുടിയൊക്കെ വെട്ടി നല്ല ഷേപ്പ് ആക്കണം. അങ്ങനെ അപ്പൊ നമ്മൾ ഏറ്റവും നല്ല മോഡേൺ ആയിട്ടുള്ള ടെക്നിക്കിന്റെ ഹെയർ ബട്ടോക്സ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് പറഞ്ഞു. അവരെന്തെങ്കിലും ചാർജസ് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ തുടങ്ങി. ഇൻ ബിറ്റ്വീൻ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം ഒരു ഫോൺ തരാം, ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ. അപ്പൊ ഞങ്ങളുടെ കടയിൽ ഫോൺ കൊടുത്തു. അപ്പോൾ ആരെയോ വിളിച്ചെന്ന് തോന്നുന്നു, അറിയത്തില്ല. അത് കഴിഞ്ഞ് തിരിച്ചും കിട്ടി. പിന്നെ ആ ഫോണുമായിട്ട് ഞാൻ വെളിയിൽ പോയി. അപ്പം ഒരു റൈസ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇതിന് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല, നിങ്ങളുടെ 2 ഫ്രണ്ട്സ് അവിടെ മലയാളികൾ വന്നിട്ടുണ്ടാവരായിരുന്നു. ഓക്കെ അവർക്കൊന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വെളിയിൽ ഞാൻ ചെന്നിട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് പിന്നെയും അയാൾ വിളിച്ച് ചോദിച്ചു അവർക്കൊന്ന് കൊടുക്കാമോ. പിന്നെ എനിക്ക് സമയം എടുക്കും. ഞാൻ അവിടെ സലൂണിൽ വിളിച്ചിട്ട് പറഞ്ഞു ആരുടെയും ഒരു ഫോൺ കൊടുത്തു. അവരെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കട്ടെ. അങ്ങനെ സംസാരിച്ചു. എന്ത് സംസാരിച്ചൊന്നും നമുക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര ദുർഗ, അവർക്ക് പോണം. അവർ പറഞ്ഞു കുട്ടികൾ പോയി മുടിവെട്ടി മുംബൈയിലൊക്കെ പോയി ഇറങ്ങി എല്ലാ സെറ്റപ്പൊക്കെ ആയി അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ എന്താണോ അവർ ചിന്തിച്ച് ആ കാര്യങ്ങളെല്ലാം അവർ വളരെ പ്യുവറായിട്ട് നടത്തി. ഇത് കണ്ട ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് നാട്ടുകാരും ഈ ഒരു കാര്യങ്ങളുടെ അകത്ത് ന്യൂസ് ചാനലുകളും മറ്റു പല ആൾക്കാരും അതിനകത്ത് വേദന തിന്നുകയും ചെയ്തു. അവസാനം കുട്ടി പറഞ്ഞ കേട്ടില്ലേ, ഇവർ അച്ഛനമ്മമാരിപ്പോൾ ഇതൊക്കെ പറയും. അച്ഛനമ്മമാർക്ക് ഒരു വിലയും തരാത്ത കുട്ടികളെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അച്ഛനമ്മമാർക്ക് വില തന്നേ പറ്റൂ. ഡിമാൻഡാണ്. നിങ്ങളെ വേറെ ലോകത്ത് ആരും വളർത്തില്ല, നിങ്ങളെ വേറെ ലോകത്ത് ആരും നോക്കത്തില്ല, നിങ്ങളെ ലോകത്ത് ആരും അതുപോലെ നിങ്ങളെ വഴക്ക് പറയുന്നതിനും
കുറേ നിങ്ങളെ എന്തെങ്കിലും ശാസിക്കുന്നതിനൊക്കെ ചിലപ്പോൾ പാരന്റിങ്ങിന്റെ ക്ലാസ് എടുക്കുന്ന കുറേ ആൾക്കാർ ചിലപ്പോൾ തള്ളി പറഞ്ഞേക്കാം, അയ്യോ അങ്ങനെയൊന്നും പാടില്ല, അങ്ങനെ പാടില്ല. എവിടെ പാടില്ല? ഈ പറയുന്നവരെ പോലും അങ്ങനെയാണ് അവരുടെ പാരന്റ്സ് വളർത്തിയത്. ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾ അടുത്ത് അവരുടെ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കി വെക്കും. ഈ കാലഘട്ടത്തിലെ കുട്ടി അവർക്കുണ്ടാകുന്ന കുട്ടികളെ എങ്ങനെയാണ് വളർത്താൻ വേണ്ടി നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഇങ്ങനെയാണ് ഒരു സമൂഹം വളർന്നു വരുന്നത്. ആ സമൂഹത്തിൻ്റെ മുമ്പിനകത്തും ഡ്രഗ്സും മറ്റതും മറിച്ചതും എന്തെല്ലാമാണ് കാണുന്നത്. അത് ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടുള്ള മറ്റേ ഇവനുണ്ടല്ലോ, ആ കുടുംബത്തിനകത്തുള്ള മൊത്തം ആൾക്കാരെ കൊന്നവൻ, അവന് മറ്റേ ഇന്ന് ചോറ് കൊടുത്ത സമയത്ത് മീൻകറി ഉണ്ടോ സാറേ എന്ന് ചോദിച്ചിരിക്കുന്നു. ആ കിളവീരെടുത്ത് പൈസ ചോദിച്ചിട്ട് തന്നിട്ടില്ല, അതുകൊണ്ടാണ് അവർ തലക്കടിച്ചു പോകുന്നതെന്ന് പറഞ്ഞ അവൻ അങ്ങനെയുള്ളൊരു തലമുറ ആലോചിച്ച് നോക്കണം ഇതെങ്ങോട്ടാണ് ഈ പോക്കെന്ന്. അതുകൊണ്ട് ഇവർക്കൊന്നും ഇതൊരു വിഷയമല്ല. പക്ഷേ ഇത് കണ്ടു നിൽക്കുന്ന ഇതൊന്നും ഇങ്ങനെ ഒരു ലെവലല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ പ്രശ്നമാണ്. ഞങ്ങൾ ലേറ്റ് ആവുകയാണ്, ട്രീറ്റ്മെന്റ് നിർത്തിക്കോ, വാശി ചെയ്ത് ഞങ്ങൾക്ക് പോകണം. പിന്നെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇത്രയും രൂപ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒന്നും ചെയ്തില്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല, നിങ്ങൾ ടെൻഷൻ എടുക്കില്ല, എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്ത് വിടാമെന്ന് പറഞ്ഞൊരു 5:30 ആയപ്പോഴത്തേനും ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അപ്പോൾ ആ റൈസിന്റെ ഫോൺ വീണ്ടും വന്നെനിക്ക്, നിങ്ങളുടെ ലൊക്കേഷൻ താ, ഞാൻ അങ്ങോട്ട് വരുവാണ്, അവരെ എടുക്കാൻ, അവരെ വിടണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫോൺ ചെയ്തിട്ട് ഇവരോട് പറഞ്ഞു, അതായത് അവിടെ പോയി മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നു, പിന്നെ ബോട്ടോക്സോ അങ്ങനെ എന്താ എനിക്കറിയത്തില്ല ഈ പരിപാടി എന്ത് സംഭവം അറിയുന്നവർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. അങ്ങനെ ബോട്ടോക്സ് പോലത്തെ പരിപാടികളൊക്കെ തലയിൽ ചെയ്യുന്നു. അവരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ വീട്ടുകാർ നിഷേധിച്ച കാര്യങ്ങൾ അവർ ചെയ്യുന്നു. വീട്ടുകാരാ നിഷേധിച്ചതിന് ഞാനൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ വീട്ടുകാർ നിഷേധിച്ചതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നാട് വിട്ടുപോയി ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. എന്നിട്ടും ഒരു കൂസലോ ഒരു പേടിയോ ഭയമോ ഒന്നും അവർക്കില്ല. പ്രത്യേകിച്ച് ഈ വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോകുന്ന ഈ നാട് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഇനി ശ്രമമുള്ള ആൾക്കാരൊന്ന് ദേവി വടക്കേ ഇന്ത്യയിലേക്ക് ചില സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ എത്തിപ്പെട്ടാണ്ടല്ലോ, നിങ്ങൾ പിന്നെ തിരിച്ചു വരത്തില്ല. അത് പറയാം. ഇത് ഭാഗ്യം, ഇത് വളരെ ഭാഗ്യം, അത്രേ ഉള്ളൂ. ഇതാണ്ട ഇവിടെ കമൻറ്റ് ബോക്സ്, ഈ പ്രായത്തിലൊക്കെ ഞാൻ ചിരട്ട കൊണ്ട് പുട്ടുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ആൾക്കാരുടെ കമൻറ്റാണ്. ഈ പിള്ളേരുടെ ഒരു ധൈര്യം, വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയുള്ള 34 വയസ്സുള്ള ഞാനെന്നൊക്കെ പറയുന്നു. വീട്ടിൽ തിരിച്ചെത്തില്ല, ഒന്നും ചെയ്യരുത്, കാന്താരി മുളക് അരച്ച് കുറച്ച് തേച്ച് കൊടുക്കുക, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. റേഷൻ കട വഴി ഓരോ ചൂരൽ കൂടി സർക്കാർ കൊടുക്കണം. ഇത് ഏറെക്കുറേക്ക് ആവശ്യമുള്ള കാര്യമാണ്. ചൂരൽ കഷായം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബാഡ് പാരൻറ്റിങ്, മറ്റേ പാരൻറ്റിങ്. കുറേ അധികം മാധുരിക ബുദ്ധിജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വളർത്തരുത്, അങ്ങനെ വളർത്തരുത്. ഒരു സിംഹം ആയിക്കോട്ടെ, ഒരു പൂച്ച ആയിക്കോട്ടെ, ഒരു പട്ടി ആയിക്കോട്ടെ, അവരുടെ കുട്ടികളെ പോലും അവർ ശാസിച്ചും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ശിക്ഷ കൊടുത്തിട്ടൊക്കെ വളർത്തുന്നത്. ഇവിടെ മാത്രമാണ് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം. എന്ത് പ്രശ്നമാണ് ഉള്ളത്? ഇങ്ങനെ കിട്ടിയവരാണ് ഇത് പറയുന്നത്. ഇത് ഇങ്ങനെ കിട്ടി നേരായ രീതിയിലേക്ക് കുറേയൊക്കെ വളർന്നു, ചിലത് അങ്ങനെ കിട്ടിയിട്ട് നന്നായിട്ട് വളരാത്തതുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അടി കൊടുക്കുന്നത് ശിക്ഷിക്കുന്നതിന് അപ്പുറമാണ് ഈ മാരകമായിട്ടുള്ള വേറൊരു പ്രശ്നമുണ്ട്. കുടുംബത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ, കുട്ടികളുടെ മുമ്പിൽ ഈ മാതാപിതാക്കൾക്ക് നിരന്തരമായിട്ട് തല്ലുകൂടുന്നത് കണ്ടു വളർന്ന കുട്ടികൾ അച്ഛൻ വേറെ അമ്മ വേറെ രണ്ട് വഴിക്ക് നടക്കുന്ന ആ തരത്തിലുള്ള കുട്ടികൾ. ഇങ്ങനെ ആ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ട്രോമാറ്റിക് കണ്ടീഷനിൽ വളർന്ന് അവർ വേറെ തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ലാതെ അടി കൊടുത്ത് വളർത്തുന്നു അല്ലെങ്കിൽ വഴക്ക് പറയുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ട് എല്ലാ കുട്ടികളും നശിച്ചു പോകാനൊന്നും പോകുന്നില്ല. ഇതിനൊക്കെ ചിലപ്പോൾ സൈക്കോളജിക്കൽ തെറാപ്പി, മറ്റേ തെറാപ്പി, മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരിവിടെ ഉണ്ട്. ഇപ്പോൾ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി വളർത്തണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒരു കുട്ടി നല്ലൊരു കുട്ടിയാണെങ്കിൽ ആ ചുമ്മാ കുട്ടിയെ പീഡിപ്പിക്കാൻ നിൽക്കരുത്. ഒരു കുട്ടി തീരെയും മനസ്സിലാക്കാതെ ഈ പറയുന്നുണ്ടെങ്കിൽ അനാവശ്യമായ മാർഗത്തിലൂടെ പോകുന്ന കുട്ടിയെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തണം, ഒരു സംശയം വേണ്ട. അതൊക്കെ ഇന്നത്തെ ഈ പല ആൾക്കാർ യൂട്യൂബിൻ്റെ അകത്ത് ഫേസ്ബുക്കിൻ്റെ അകത്ത് വന്നിരുന്നിട്ട് കഥ പറച്ചിലേ ഉള്ളൂ. ഇവരുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള കുട്ടികളെ അവർ നല്ല രീതിയിൽ ഈ നല്ല ശിക്ഷണം കൊടുത്ത് വളർത്തും. എന്നിട്ട് ബാക്കി പബ്ലിക്കിനെ വന്നിരുന്ന് പച്ചയ്ക്കങ്ങ് ഉപദേശിക്കും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന്. തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കണം, ശിക്ഷ കൊടുക്കേണ്ടത് ശിക്ഷ കൊടുക്കുക തന്നെ വേണം. പിന്നെ എന്തിനാ ഗവൺമെൻറ് നീതിന്യായ സംവിധാനമൊക്കെ ശിക്ഷാ നടപടികളൊക്കെ വച്ചേക്കുന്നത്? എന്തിനാ? അത് വേണ്ടെന്ന് വെച്ചാൽ പോരെ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടുകൊടുത്താൽ പോരെ. ഇനി ചെയ്യരുത് കേട്ടോ, കൊലപാതകം ചെയ്താ ഇനി ചെയ്യരുത് കേട്ടോ, ആവർത്തിക്കരുത്. അതാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. തെറ്റ് ചെയ്താൽ കുട്ടിയായിക്കോട്ടെ ആരായിക്കോട്ടെ അതിനുള്ള ശിക്ഷ കൊടുക്കണം. അതിനൊന്നും ഒരു ഇതും വരാൻ വേണ്ടില്ല. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ടോക്സിക് ആയിട്ട് കുട്ടിയെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഹേർട്ട് ചെയ്ത് നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കത്തില്ല. തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ശിക്ഷാഗതികൾ വേണം. അതിനെന്തെങ്കിലും പരിഹാരം. ഇനി ഇതിനകത്തുള്ള കമന്റുകൾ, ചെറുപ്പത്തിൽ പണ്ട് അടികൊണ്ട് വളർന്ന നമ്മുടെ തലമുറയ്ക്ക് ഇത്രയും അഹങ്കാരമില്ലായിരുന്നു. പട്ടിണിയും ഒപ്പം പഠനവും വീട്ടിലെ പണികളും ഒക്കെ ചെയ്താലും തല്ലുകൊണ്ട് മാതാപിതാക്കളെ, ഗുരുക്കന്മാരെയും നാട്ടിലെ മുതിർന്ന എല്ലാവരെയും പേടിച്ച് ബഹുമാനിച്ചും വളർന്ന ആ തലമുറയിൽ ജനിക്കാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദിയുണ്ട്. ഈ ജനറേഷൻ ജനിക്കാത്തത് ഭാഗ്യം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ തന്തവൈബും തള്ളവൈബും എന്നൊക്കെ പറയും. പിന്നെ അതോടൊപ്പം തന്നെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ ചിലപ്പോൾ ചില ആധുനിക ബുദ്ധിജീവികൾ ഞാൻ വിളിച്ച് പറഞ്ഞു കളയും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ബഹുഭൂരിപക്ഷം ആൾക്കാർ നല്ല രീതിയിലല്ലേ ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിക്കുന്നത്. ഇതിന് കാരണം പണ്ടത്തെ ഒരു ശിക്ഷണ രീതി മറ്റുള്ള കാര്യങ്ങളാണ്. പണ്ട് ഗുരുക്കന്മാരോടും മറ്റുള്ളവരോടൊക്കെ ഒരു പ്രായമുള്ളവരോടൊക്കെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്നുകൊണ്ട് അവരെ കണ്ട എണീക്കും, അറിയാതെ എണീക്കും. ഇന്നത്തെ കുട്ടികൾക്ക് അതുണ്ടോ? ഇത് എവിടെ നിന്നാണ് കിട്ടാത്തത്? അപ്പം എല്ലാ തരത്തിലും അവരെ ഈ വേറൊരു വഴിയിലേക്ക് വളർത്തി വിടുന്നെങ്കിൽ അതിൻ്റെ സമൂഹവും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും സിസ്റ്റം മൊത്തത്തിൽ പ്രശ്നമാണ്.
ഇത് കാണുമ്പോൾ 90കളിൽ നമ്മളെ അടിച്ചു പഠിപ്പിച്ച അധ്യാപകരെ അടിച്ചു വളർത്തിയ മാതാപിതാക്കളോട് ഓർത്ത് അഭിമാനിക്കുന്നു. വീട്ടിലിട്ട് മേലനക്കാതെ തീറ്റി കൊടുത്തതിൻ്റെ മാതാപിതാക്കളോട് മക്കൾ കാണിച്ച നന്ദി വാക്കുകൾ ബഹുകേമം. അടിപൊളി. എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മുറ്റം തൂത്ത് കാലും കലവും ചട്ടിയും തേച്ച് വെച്ചിട്ട് കുളിച്ച് ആഹാരം കഴിച്ചിട്ട് സ്പീഡിൽ നടന്ന് സ്കൂളിലെത്തും. അല്പം താമസിച്ച ക്ലാസ്സിന് പുറത്ത്. ഇപ്പോൾ ഉള്ള കുട്ടികൾ ജോലി ചെയ്യത്തില്ല, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കളിക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല, കുളിക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല, രക്ഷകർത്താക്കളെ ചീത്ത വിളിയും. ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ലൈഫിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ ചിലർക്ക് കേട്ടാൽ ചിരി വരും. ആ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു തലമുറയാണ് ഇന്നത്തേത്. ഒരു സംശയമില്ല. ഏതാണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വളർന്നതും എൻ്റെ മക്കളെ വളർത്തിയത് ചിന്തിച്ച് അഭിമാനം കൊള്ളുന്നു. അൽഹംദുലില്ലാഹ് എനിക്ക് 3 മക്കളാണ്. ആൺമക്കളും ഒരു കുഞ്ഞു മോളുമാണുള്ളത്. എൻ്റെ 2 ആൺമക്കളും ഒരാൾക്ക് 20 വയസ്സും മറ്റേയാൾക്ക് 18 വയസ്സുമാണ്. എല്ലാ കഷ്ടപ്പാട് കണ്ടും അറിഞ്ഞു വളർന്ന മക്കൾ. ഇപ്പോൾ വലിയ കുട്ടി മെഡിക്കൽ പഠിക്കുന്നു. രണ്ടാമത്തത് ആൾ നെറ്റ് പഠിക്കുന്നു. ഇപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഫോൺ കൊടുത്തത്. എന്നോട് വേണ്ട ഉമ്മ എന്ന് പറഞ്ഞത് എൻ്റെ മക്കൾ തന്നെയാണ്. ഞാനിതാ അഹങ്കാരത്തോടെ പറയാൻ കാരണം നമ്മുടെ പേരൻസിനെ തന്നെയാണ് കാരണം. മക്കളെ കഷ്ടപ്പാട് അറിയിച്ച് വളർത്തണം. വീട്ടിൽ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, കുറച്ചൊക്കെ അവരും അറിയണം. വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കണം. ആണായാലും പെണ്ണായാലും കുഞ്ഞു കുട്ടികൾക്ക് വരെ സ്വന്തമായി മൊബൈൽ ഉള്ള കാലമാണ്. അവരുടെ മുന്നിൽ നിന്ന് തന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ എന്ന് പറയുന്ന അവർക്ക് അതൊരു ചാൻസായി കാണും. എങ്ങനെയാണോ പഴയ തലമുറ അതുപോലെ ശ്രമിച്ചാൽ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വാൺ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ ഈ കുട്ടികളെ തിരിച്ചെടുക്കരുത്. ഓക്കെ, അതൊക്കെ ഭയങ്കര വൈകാരികമായിട്ടുള്ള കമൻറ്റുകളാണ്. സോ ഒരു കാര്യം ഞാൻ പറയാം. ദയവായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ പാരൻസ് ആണെങ്കിൽ നിങ്ങൾ കുട്ടികളെ സൂക്ഷിച്ചും കണ്ടും പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ. ഈ ഇറങ്ങിപ്പോയ കുട്ടികൾക്ക് ഇപ്പോഴും ഒരു ഗിൽറ്റോ റിഗ്രറ്റോ ഒന്നുമില്ല. അത് ഉണ്ടാവട്ടെ, നല്ല കാര്യം. കുടുംബത്തിന് നന്നായിട്ട് വന്ന് വീണ്ടും അവരുടെ ലൈഫിനെ ആരും പിച്ച് ചീന്താതെ കളിയാക്കാതെയൊക്കെ നടക്കട്ടെ. ഇനി ആരും കളിയാക്കാനൊന്നും പാടില്ല. അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കാനും പാടില്ല. നല്ലത് വരട്ടെ. എന്തായിരുന്നാലും തലമുറ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ സ്വന്തം വീടുകളിൽ നിന്നുണ്ടാകണം എന്ന് പറഞ്ഞാൽ അടിച്ച് മൂലക്കിരുത്തുകയല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അവരുടെ കൂടെ ഒരു ഫ്രണ്ടായിട്ട് മാറുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ അഭിപ്രായം അടുത്തൊരു വീഡിയോ വീണ്ടും കാണുക. ബൈ.